അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 32 അതിൽ 3 ചോദ്യങ്ങളുണ്ട് അല്ലേ, അത് നമുക്കൊന്നൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ എന്താണ് അതിലെ ആദ്യത്തെ ചോദ്യം? 20 liters ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ് ടു ഫിൽ 8 ഐഡന്റിക്കൽ ബോട്ടിൽസ്. ഹൗ മച്ച് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് ദയർ ഇൻ ഈച്ച് ബോട്ടിൽ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? 20 liters ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ് ടു ഫിൽ 8 ഐഡന്റിക്കൽ ബോട്ടിൽസ് അല്ലെ. അതായത് 20 ലിറ്റർ വെള്ളം ഒരേ വലിപ്പത്തിലുള്ള 8 കുപ്പികളിൽ നിറച്ചു അല്ലെ. ഇതാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. 20 ലിറ്റർ വെള്ളം 8 കുപ്പി, ഒരേ അളവിലുള്ള 8 കുപ്പികളിൽ നിറച്ചു. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹൗ മച്ച് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് ദയർ ഇൻ ഈച്ച് ബോട്ടിൽ. അങ്ങനെയാണെങ്കിൽ ഓരോ കുപ്പിയിലും എത്ര വെള്ളം ഉണ്ടായിരിക്കും, എത്ര അളവ് വെള്ളം ഉണ്ടായിരിക്കും, ഇതാണ് ചോദ്യം അല്ലെ. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആകെ എത്ര വെള്ളം ഉണ്ട്? ആകെ 20 ലിറ്റർ വെള്ളമാണുള്ളത് അല്ലെ. ആദ്യം നമുക്കത് എഴുതാം. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അല്ലെ. അപ്പൊ അങ്ങനെ ആദ്യം എഴുതാം. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. അപ്പൊ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ ആകെ വെള്ളത്തിന്റെ അളവ് അല്ലെ. എത്രയാണ് വെള്ളത്തിന്റെ അളവ്? 20 ലിറ്റർ. 20 ലിറ്റർ 20 ലിറ്റർ. എത്ര കുപ്പികളിൽ നിറച്ചു? 8 കുപ്പികളിൽ അല്ലെ. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ബോട്ടിൽസ് അതായത് കുപ്പികളുടെ എണ്ണം എത്രയാണ്? 8 കുപ്പികൾ അല്ലെ. 8 കുപ്പികൾ. അങ്ങനെയാണെങ്കിൽ വാട്ടർ ഇൻ ഈച്ച് ബോട്ടിൽ അല്ലെ. വാട്ടർ ഇൻ ഈച്ച് ബോട്ടിൽ, അതായത് ഓരോ കുപ്പിയിലെയും വെള്ളത്തിന്റെ അളവ് അല്ലെ. എത്ര അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? മൊത്തം നമുക്ക് 20 ലിറ്റർ വെള്ളമുണ്ട്. അത് നമ്മൾ എത്ര ബോട്ടിലാക്കി? 8 ബോട്ടിലാക്കി അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? 20 ലിറ്റർ വെള്ളം 8 ആയിട്ട് ഷെയർ ചെയ്തു അല്ലെ, ഈക്വൽ ആയിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 20നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 20/8 കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെന്ത് വേണം? നമുക്ക് 20/8 നമുക്ക് ഏറ്റവും ചെറിയ രൂപത്തിലാക്കണം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഒന്നുകിൽ എന്ത് ചെയ്യാം? നമുക്ക് 2നെ അല്ലെ, 2 കൊണ്ട് നമുക്ക് 2നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ 20നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20യിൽ എത്ര 2 ഉണ്ട്? 10 × 2 ആണ് 20 അല്ലെ. അപ്പൊ 10 കിട്ടി നമുക്ക്. ബൈ 8നെ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ 10/4 എന്ന് എഴുതാം. ഇനി വീണ്ടും നോക്കിയേ, വീണ്ടും നമുക്ക് 10നെ എങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 4നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 × 2 ആണ് 10 അല്ലെ. അപ്പൊ 5 എന്ന് എഴുതി. ഇനി 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 × 2 ആണ് 4 അല്ലെ. അപ്പൊ 5/2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. 2നെയും നമുക്ക് 5നെയും 2നെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 5/2 എന്ന് എഴുതാൻ മതി. ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് അറിയുന്നവർക്ക് എന്ത് ചെയ്താൽ മതി? 20/8 അല്ലെ. 20/8നെ നമുക്ക് എന്ത് ചെയ്യാം നോക്കിയേ. 20/8നെ നമുക്ക് എന്തെന്ന് എഴുതാം? നമുക്ക് 20 വരുന്ന ടേബിൾ ഏതാണ്? ടേബിൾ 20 വരുന്നത് 4 × 5 അല്ലെ. അപ്പൊ 5 × 4 എന്ന് എഴുതാം. ഇനി 8നെ നമുക്ക് എന്ത് എഴുതാം? 2 × 4 അല്ലെ. അപ്പൊ 2 × 4 എന്ന് എഴുതാം. കണ്ടോ? അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ടേബിൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. നോക്കി, അടിയിലൊരു 4 മുകളിലൊരു 4 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എത്ര വന്നു? 5/2. കണ്ടോ? അപ്പൊ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. അല്ലാത്തവരും എന്ത് ചെയ്യാം? ഇതേപോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെ ചെറുതാക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 5/2 അല്ലെ. അപ്പൊ ഇതിന് നമുക്കറിയാം, നമ്മൾ രൂപം ഒന്ന് മാറ്റി എഴുതും. എങ്ങനെ എഴുതും നമ്മൾ? 5/2 അല്ലെ. അപ്പൊ 5നെ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ 5നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്കറിയാം 2 × 2 4 ആണ് അല്ലെ. അപ്പൊ ഇനി 3 × 2 എത്രയാണ്? 6 ആണ് അല്ലെ. അപ്പൊ 5ൽ എത്ര 2 ഉണ്ട്? 2 ഉള്ളൂ അല്ലെ. അപ്പൊ 2 നമ്മൾ എഴുതി. 2 × 2 എത്രയാണ്? 4 അല്ലെ. 4 വരെ ഉള്ളൂ. ബാക്കി ഇവിടെ എത്ര കൂടുതലുണ്ട്? 1 കൂടുതലുണ്ട് അല്ലെ. അപ്പൊ 1 നമ്മൾ മുകളിൽ എഴുതി. ബൈ ഈ 2 തന്നെ അടിയിൽ എഴുതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2.5 അല്ലെ. അതായത് 2.5. കണ്ടില്ലേ? 2.5 ലിറ്റർ. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം? എ റോപ്പ് ഓഫ് ലെങ്ത് 140 centimeters ഈസ് കട്ട് ഇൻടു 16 ഈക്വൽ പീസസ്. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഈച്ച് പീസ്? എന്താണ് പറഞ്ഞിട്ടുള്ളത്?
എ റോപ്പ് ഓഫ് ലെങ്ത് 140 സെന്റിമീറ്റർ, അതായത് ഒരു റോപ്പ്, ഒരു കയറ് എത്ര നീളമുണ്ട് അതിന്റെ 140 സെന്റിമീറ്റർ നീളമുള്ള ഒരു കയറ്. അത് എന്ത് ചെയ്തു? കട്ട് ഇൻ ടു 16 ഈക്വൽ പീസസ്, അല്ലെ, അതായത് അത് 16 ഈക്വൽ പീസായിട്ട് മുറിച്ചു. അപ്പോൾ 140 സെന്റിമീറ്റർ നീളമുള്ള ഒരു കയറിനെ 14 ഈക്വൽ പീസായിട്ട് മുറിച്ചു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഈച്ച് പീസ്, അങ്ങനെയാണെങ്കിൽ ഓരോ പീസിനും എത്രയായിരിക്കും നീളം എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് തന്നിട്ടുള്ളത്? ഈ കയറിന്റെ നീളം തന്നിട്ടുണ്ട്, അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? കയറിന്റെ നീളം എത്രയാണെന്ന് എഴുതാം. ടോട്ടൽ ലെങ്ത് ഓഫ് ദി റോപ്പ്, അതായത് കയറിന്റെ ആകെ നീളം എത്രയാണ്? ആകെ നീളം 140 സെന്റിമീറ്റർ. ഇതാണ് നമ്മുടെ കയറിന്റെ ആകെ നീളം. ഇനി അതിന് എത്ര പീസാക്കി? 16 പീസാക്കി, 16 പീസാക്കി, അല്ലേ. അപ്പൊ നമുക്ക് അത് എഴുതാം. നമ്പർ ഓഫ് പീസസ്. എത്ര പീസാക്കി? 16 പീസസ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ഈച്ച് പീസ്, ഓരോ കഷ്ണത്തിന്റെയും നീളം എത്രയായിരിക്കും? മൊത്തം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൊത്തം എത്ര നീളമുണ്ട്? 140, അല്ലേ. 140 സെന്റിമീറ്റർ മൊത്തം നീളമുണ്ട്. അതിനെ നമ്മൾ എത്ര ആക്കുന്നു? 16 കഷ്ണങ്ങളാക്കുന്നു. അപ്പൊ നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി 140/16. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ ചെറിയ രൂപത്തിലാക്കും? അപ്പൊ നമുക്കൊരു പണി ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ചെറുതാക്കി കൊണ്ടുപോകാം. മനസ്സിലായില്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായിട്ട് ടേബിളൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ചെറുതാക്കി കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ടേബിൾ അറിയുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ചെയ്യാം, തെറ്റാതെ ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ 140/16. 140 നമുക്കറിയാം ഇത് ഈവൺ നമ്പറാണ്, അല്ലേ. 0 ആണ്, ഇവിടെ 6 ആണ്, ഈവൺ നമ്പറാണ്. അപ്പോൾ നമുക്ക് രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലേ. അപ്പോൾ 140നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 140നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരും? 140ന്റെ പകുതി, ഹാഫ് ആണ്, അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞാൽ ഹാഫ് ആണ്, അല്ലേ. അപ്പോൾ ഒന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 14. 14ൽ എത്ര 2 ഉണ്ട്? 7, അല്ലേ. 7 × 2 14. ഇനി എന്താ അവിടെ ഉള്ളൊരു 0, ആ 0 ഇങ്ങോട്ട് കയറ്റിട്ട് കൊടുത്തു. അപ്പോൾ എത്ര വന്നു? 70. അപ്പോൾ നമുക്ക് ഇതിനെ 70/16ന്റെ ഹാഫ് നമുക്കറിയാം, അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8. ഇനി നമുക്ക് നോക്കിയാൽ വീണ്ടും ഇതിന് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം, അല്ലേ. അപ്പോൾ 70 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എത്ര ഉണ്ട്? 70ന്റെ പകുതി എത്രയാണ്? 35, അല്ലേ. 35. അതല്ലെങ്കിൽ ഇതിനെ 70നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 70 ഹരിക്കണം 2. 7ൽ എത്ര 2 ഉണ്ട്? 3 2, അല്ലേ. 3 × 2 6. ഇനി മൈനസ് ചെയ്യുമ്പോൾ 1, ഈ 0 ഇറക്കിയിട്ടു 0. ഇനി 10ൽ എത്ര 2 ഉണ്ട്? 5 2. കണ്ട, 5 × 2 10. അപ്പോൾ നമുക്ക് 35 എന്ന് കിട്ടി. ബൈ 8നെ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 4, അത് നമുക്കറിയാം, അല്ലേ. ഇനി നോക്കിയാൽ നമുക്ക് ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ 35നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഈ 5 ആണ് ഇവിടെ, അല്ലേ. ഇത് ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയാണെങ്കിൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞു, അല്ലേ. ഇതിനെ പറ്റും, പക്ഷേ ഇതിനെ പറ്റില്ല. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3 കൊണ്ടും 35നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? 10 × 3 എന്ന് വെച്ചാൽ 13, അല്ലേ. പിന്നെ 33, പിന്നെ 36 എന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ 4നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, അല്ലേ. അപ്പോൾ അതായത് 35നെയും 4നെയും നമുക്ക് ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിനെ ചെറുതാക്കാനില്ല, അതുകൊണ്ട് 35/4 തന്നെ എഴുതിയാൽ മതി. ഓക്കെ. ഇത് പക്ഷേ നമുക്ക് വേറെ കാര്യം ചെയ്യാനുണ്ടല്ലോ, ഇതിൻ്റെ രൂപം ഒന്ന് മാറ്റി എഴുതണം, അല്ലേ. അപ്പോൾ 35/4 സെന്റിമീറ്റർ ആണ് കയറിന്റെ നീളം എന്ന് പറഞ്ഞാൽ നല്ലത്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനൊരു ഭംഗിയിൽ പറയണം, അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 35, 4ന്റെ ടേബിൾ നോക്കിയാൽ 4ന്റെ ടേബിൾ നോക്കിയാൽ 35ന്റെ അടുത്ത് ഏതാ വരാൻ നോക്കിയാൽ നമുക്കറിയാം 7 × 4. 7 × 4 എത്രയാണ്? 28. അപ്പോൾ ടേബിൾ നന്നായിട്ട് പഠിക്കണം. ഇനി 8 × 4 ആണെങ്കിലോ 32, അല്ല. അപ്പോൾ 32 വരെ എത്തി. ഇനി നമ്മൾ 9 എടുക്കുകയാണെങ്കിലോ 9 × 4 എത്രയാണ്? 36 ആയി, അല്ലേ. അപ്പോൾ അത് കൂടിപ്പോയി. അപ്പോൾ നമുക്ക് ഏതാ പറ്റുള്ളൂ? 8 × 4, അല്ലേ. അപ്പോൾ 32. അപ്പോൾ 35ൽ എത്ര 4 ഉണ്ട്? 8 4 ഉള്ളൂ, അല്ലേ. 8 പ്രാവശ്യമാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. ആ 8 നമ്മൾ ഇവിടെ എഴുതി. അപ്പോൾ 8 × 4 32 ആണ്, അല്ലേ. ഇവിടെ എത്ര കൂടുതലുണ്ട്? 32 കഴിഞ്ഞിട്ട് ബാക്കി 3 കൂടുതലുണ്ട്, അല്ലേ. അപ്പോൾ ആ 3 നമ്മൾ ഇവിടെ എഴുതി, ബൈ ഈ 4 ഇവിടെ എഴുതി.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ 8 അതായത് 8.25 സെന്റിമീറ്റർ കണ്ട. അപ്പോൾ നമുക്ക് പറയാനും എഴുതാനൊക്കെ ഒരു എളുപ്പമല്ലേ. ഇവിടെ 35/4 സെന്റിമീറ്റർ പറയുന്നതിനേക്കാൾ നല്ലത് നോക്കിയാൽ 8.25 മീറ്റർ ഉണ്ട് ഇതിന്റെ നീളം. ഓരോ കഷ്ണത്തിനും 8.25 മീറ്റർ ആണ് നീളം അല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് ഇതേ രൂപത്തിൽ ചെയ്യാം. മനസ്സിലായല്ലോ. അപ്പോൾ അതിന്റെ യൂണിറ്റും കൂടി എഴുതി വെക്കുക, സെന്റിമീറ്റർ. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം? ഇഫ് 215 kilograms ഓഫ് റൈസ് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 15 പീപ്പിൾ, ഹൗ മച്ച് കിലോഗ്രാം ഓഫ് റൈസ് വുഡ് ഈച്ച് ഗെറ്റ്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇഫ് 215 kilogram ഓഫ് റൈസ്, അതായത് 215 കിലോ അരി ഈസ് ഡിവൈഡ് ചെയ്തു, ഭാഗിച്ചു. എങ്ങനെ? ഈക്വലി, തുല്യമായി ഭാഗിച്ചു. എമംഗ് 15 പീപ്പിൾ, അതായത് 15 ആൾക്കാർക്ക്, 15 പേർക്ക് ഈ 215 കിലോ അരി ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് കിലോഗ്രാം ഓഫ് റൈസ് വുഡ് ഈച്ച് ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിലോ അരി കിട്ടിയിട്ടുണ്ടാവും? ചോദ്യം മനസ്സിലായല്ലോ. മൊത്തം 215 കിലോ അരി, അത് എത്ര പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു? 15 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര അരി കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത അതേ പാറ്റേൺ തന്നെ, അതേ ചോദ്യങ്ങൾ തന്നെയാണിത് അല്ലേ. അതേ രൂപത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരേ രൂപത്തിൽ തന്നെ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതണം? എത്ര അരി ഉണ്ടായിരുന്നു എഴുതണം അല്ലേ. അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് റൈസ്. അപ്പോൾ നമുക്ക് എഴുതാം ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് റൈസ്. അതായത് അരിയുടെ ആകെ അളവ് അല്ലേ. ആകെ എത്ര അരി ഉണ്ടായിരുന്നു? 215 കിലോഗ്രാം. അപ്പൊ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് റൈസ്, ആകെ അരിയുടെ അളവ് 215 കിലോഗ്രാം. ഇനി എത്ര ആൾക്കാരുണ്ടായിരുന്നു? നമ്പർ ഓഫ് പീപ്പിൾ. അതായത് ആളുകളുടെ എണ്ണം. എത്ര ആളുകൾ ഉണ്ടായിരുന്നു? 15 പേർക്കാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര അരി കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? റൈസ് പെർ പേഴ്സൺ. അതായത് ഓരോരുത്തർക്കും ലഭിക്കുന്ന അരി, റൈസ് പെർ പേഴ്സൺ, ഓരോരുത്തർക്കും ലഭിക്കുന്ന അരി എത്രയായിരിക്കും? മൊത്തം 215 കിലോ അരി. അപ്പൊ 215 നാം എന്ത് ചെയ്യണം? 15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ 215/15 അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ഇവിടെ 5, ഇവിടെ 5 അല്ലെ. അപ്പൊ നമുക്ക് 2 കൊണ്ട് പറ്റില്ല, ഓഡ് നമ്പർ ആണ്. പിന്നെ 3 കൊണ്ട് പറ്റില്ല. ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാം? ഇവിടെ 5, ഇവിടെ 5 അല്ലെ. അപ്പൊ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കാം. അപ്പൊ 215 നമുക്ക് നോക്കിയാൽ 215 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ബാക്കി 21 അല്ലെ. 21 എത്ര 5 ഉണ്ട്? 4, 5 അല്ലെ. അപ്പൊ 4 × 5 ആണ് 20. അപ്പൊ 4 × 5 20. ഇനി ഇവിടെ 1 ഉണ്ട്, 1 ഇങ്ങോട്ട് ഇറക്കി ഇട്ടു. ഇനി എന്തോ ഇവിടെ ഈ 5 ഇങ്ങോട്ട് ഇറക്കി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 15 കിട്ടി അല്ലെ. ഇനി 15 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ എത്ര? 15 എത്ര 5 ഉണ്ട്? 3, 5 അല്ലെ. 3 × 5 15. അപ്പൊ ഇവിടെ 3 × 5 15. ഓക്കെ, അപ്പൊ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് 215 5 കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തത്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 43 എന്ന് കിട്ടി. ബൈ. അപ്പൊ എന്ത് വേണം? നമ്മൾ 15 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ 15 എത്ര 5 ഉണ്ട്? നമുക്ക് പെട്ടെന്ന് അറിയാം അല്ലെ. 3 × 5 3 × 5 15 അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 3. അപ്പൊ നമ്മൾ എന്ത് കിട്ടി? 43/3 എന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റും നോക്കിയേ. 43 2 കൊണ്ട് പറ്റില്ല അല്ലെ. 3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. ഇവിടെ 4ഉം 3ഉം ആണ്. അപ്പൊ നമുക്ക് 4ഉം 3ഉം ഒന്ന് കൂട്ടി നോക്കാം. നമ്മള് 4ഉം 3ഉം കൂട്ടി അപ്പൊ എത്ര കിട്ടി? ഈ 4ഉം 3ഉം കൂട്ടി അപ്പൊ നമുക്ക് എത്ര കിട്ടി? 7 കിട്ടി അല്ലെ. 7നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. 3 × 2 × 3 6, 3 × 3 9 ആണ് അല്ലെ. അപ്പോൾ 7നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല 3 കൊണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് നമുക്ക് 43യെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ സംഖ്യകൾ തമ്മിലൊന്ന്, ഈ അക്കങ്ങൾ തമ്മിലൊന്ന് കൂട്ടി നോക്കാം. ആ കിട്ടുന്ന സംഖ്യയെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സംഖ്യയെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഈ സംഖ്യയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 43/3 എന്ന് മാത്രം എഴുതിയാൽ മതി. പക്ഷെ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ കോലൊന്ന് മാറ്റി എഴുതണം അല്ലേ. അപ്പൊ നമ്മൾ 43/3 എങ്ങനെ നമ്മൾ മാറ്റാം?
43 നാം എന്ത് ചെയ്യണം 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ 43നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എത്ര 3 ഉണ്ട്? 1 3 അല്ലേ. അപ്പോൾ 1 × 3 3, ബാക്കി 1, ഇനി 3 കൂടെ ഇറക്കിയിട്ടു. ഇനി 13 എത്ര 3 ഉണ്ട്? 4 × 3 12 അല്ലേ, 12. അപ്പോൾ 4 × 3 12. അപ്പോൾ ഇവിടെ ബാക്കി എത്ര കിട്ടി? 1 കിട്ടി അല്ലേ. അതായത് 43ൽ എത്ര 3 ഉണ്ട്? 14 അല്ല 14 3 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ 14 ഇവിടെ എഴുതി, നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. ഇനി ബാക്കി ഇവിടെ എത്ര വരുന്നുണ്ട്? 1 വരുന്നുണ്ട് അല്ലേ. ആ 1നെ നമ്മൾ മുകളിൽ എഴുതി, ബൈ ഈ 3 അതേപോലെ തന്നെ എഴുതി. അതായത് ഇവിടെ എന്താണ് ഈ 1 എങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. അതായത് നാം 14നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടാം? നമുക്ക് 42 കിട്ടാം അല്ലെ. 42 കിട്ടാം. അപ്പൊ അതിൽ ഒരെണ്ണം കൂടുതലുണ്ട്, ആ ഒന്നാണ് ഇവിടെ. അതാണ് നമ്മൾ ഈ സിസ്റ്റം, ഈ റിമൈൻഡർ ആയിട്ട് വരുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന ഈ റിമൈൻഡർ ആണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ മുമ്പ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ല, അത് കഴിഞ്ഞ് ബാക്കി എത്ര കൂടുതലുണ്ട്, ആ കൂടുതലുള്ളതല്ല നമ്മൾ ഇവിടെ എഴുതാറ്. ആ കൂടുതലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം ഇതേപോലെ ഹരിക്കുമ്പോൾ അതിന്റെ റിമൈൻഡർ ആയി വരുന്ന സംഖ്യയാണത്. അതാണ് നാം ഇവിടെ മുകളിൽ എഴുതാം. ക്ലിയർ ആയില്ലേ? പിന്നെ നമ്മൾ ഇത് ഏതാണോ ഇവിടെ ഛേദം, അതായത് ഡിനോമിനേറ്റർ, അപ്പോൾ അതേപോലെ തന്നെ എഴുതും. അപ്പോൾ നമുക്ക് ഒരാൾക്ക് എത്ര റൈസ് കിട്ടി? 14 1/3 കിലോഗ്രാം. അതായത് 14 കിലോയും കിട്ടി, പിന്നെ ഒരു 1/3 kg കിട്ടി. 1 കിലോയുടെ 3ൽ 1 ഭാഗവും കൂടി കിട്ടി. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ രണ്ടാമത്തെ ചാപ്റ്റർ തീർന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ ക്ലാസ്സുകളും വേഗം കിട്ടും. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ വോളിയാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.